അനന്തതയുമായി ഒത്തുചേരുക, നിങ്ങളുടെ ശക്തിയെ ഉണർത്തുക. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു നിമിഷം നിങ്ങൾ ഓർത്തു നോക്കൂ. നമ്മളൊക്കെ ആരാണ്? വളരെ സാധാരണക്കാരായ മനുഷ്യർ. ഒരു വിദ്യാർത്ഥി, ഒരു സാധാരണ ജോലിക്കാരൻ, കുടുംബത്തിൻ്റെ ഭാരം ചുമക്കുന്ന ഒരു മാതാപിതാവ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ. അങ്ങനെ സ്വന്തം കാര്യങ്ങളുമായി ജീവിച്ചു പോകുന്ന സാധാരണ മനുഷ്യർ. എന്നാലിതാ പ്രപഞ്ചനാഥനായ യേശു നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്നു. അവിടുത്തെ സ്വർഗീയ അഗ്നിയും ദൈവാഗ്നിയും നിങ്ങളുടെ ആത്മാവിലേക്ക് ഊതിക്കയറ്റുന്നു. എന്നിട്ട് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങളെ ദൗത്യമേൽപ്പിച്ച് അയച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ കേട്ടത് ഒരു ചരിത്രമല്ല, അത് നമ്മുടെ ജീവിതമാണ്. യേശു തൻ്റെ ശിഷ്യന്മാരരികിലേക്ക് വിളിച്ച് സകല പിശാചുകളുടെ മേലും രോഗങ്ങളുടെ മേലും കൽപ്പിക്കാനുള്ള ചങ്കൂറ്റവും അധികാരവും ശക്തിയും അവർക്ക് വാരിക്കോരി നൽകി. ഒരു തീപ്പൊരി ദൗത്യവുമായി അവരെ അയക്കുകയാണ്. ദൈവരാജ്യം പ്രഖ്യാപിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക. യേശു അവർക്ക് കൊടുത്ത നിർദ്ദേശം എത്ര ശക്തമായിരുന്നു! യാത്രയ്ക്കായി ഒന്നും കരുതരുത്. നിങ്ങളെ സ്വീകരിക്കുന്ന വീട്ടിൽ പാർക്കുക. ആരെങ്കിലും നിങ്ങളെ തള്ളിപ്പറഞ്ഞാൽ ആ പടിവാതിക്കൽ വെച്ച് നിങ്ങളുടെ കാൽപ്പാടുകളിലെ പൊടി പോലും കുടഞ്ഞുകളഞ്ഞ് സമാധാനത്തോടെ മുന്നോട്ട് പോകുക. എന്നിട്ട് എന്തുണ്ടായി? ആ അത്ഭുതം നോക്കൂ. അസാധാരണക്കാരായ മനുഷ്യർ അത് അക്ഷരം പ്രതി അനുസരിച്ചു. അവർ ഗ്രാമങ്ങൾ തോറും കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു ചെന്നു. സുവിശേഷത്തിന് തീപ്പൊരികൾ പ്രസംഗിച്ചു. പോയിടങ്ങളിലെല്ലാം രോഗികളെ സുഖപ്പെടുത്തി. സാധാരണക്കാരായ മനുഷ്യരുടെ കൈകളിൽ അസാധാരണമായ ദൈവിക ശക്തി ജ്വലിച്ചു നിന്നു. കാരണം യേശു അവരെ വെറുമൊരു മനുഷ്യരെയല്ല, ദൈവരാജ്യത്തിൻ്റെ പടയാളികളാക്കി മാറ്റിയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരക്കും ബഹളവും ഉത്കണ്ഠകളും നിറഞ്ഞ ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമതായി, നിങ്ങൾ ശക്തിയില്ലാത്തവരല്ല. നമ്മളിൽ പലരും ഇന്ന് തളർന്നിരിക്കുകയാണ്. ജോലിഭാരം കൊണ്ടും സാമ്പത്തിക തകർച്ച കൊണ്ടും തകർന്ന ബന്ധങ്ങൾ കാരണവും ഉള്ളിലെ ശൂന്യത കൊണ്ടും എനിക്ക് ഒന്നിനും വയ്യ എന്ന് പറഞ്ഞ് കരയുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇതാ ആ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. അന്ന് ശിഷ്യന്മാർക്ക് ശക്തി കൊടുത്ത അതേ യേശു ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ മേലും അവിടുത്തെ ശക്തി പകരുകയാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പ്രപഞ്ചനാഥൻ്റെ സാന്നിധ്യമാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ തിളച്ച് മറിയുന്നത്. ഈ ദൈവശക്തി ഏതോ ആകാശത്തിലെയല്ല, അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് വസിക്കുന്നത്. യേശു അന്ന് ശിഷ്യന്മാർക്ക് അധികാരം നൽകിയപ്പോൾ അന്ധകാരത്തിൻ്റെ കൊട്ടകളെ തകർത്തെറിയാൻ അവരുടെ ഉള്ളിലെ വെളിച്ചത്തെയാണ് ജ്വലിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഇതാണ് സംഭവിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലെ ഭയങ്ങളെയും മുറിവുകളെയും ദേഷ്യത്തെയും കൈപ്പേറിയ വേദങ്ങളെയും വിശ്വാസത്തോടെ നമ്മൾ നേരിടണം. കർത്താവ് ആദ്യം നമ്മളെ സുഖപ്പെടുത്തട്ടെ. ആ തീ നമ്മളിൽ കത്തട്ടെ. എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന ദൈവിക ഉപകരണങ്ങളായി മാറാൻ നമുക്ക് സാധിക്കൂ. രണ്ടാമതായി, യാത്രയിൽ ഭാരം കുറയ്ക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. വസ്തുവകകളിലും ആഡംബരങ്ങളിലും അനാവശ്യ ചിന്തകളിലും മുങ്ങിത്താഴുന്ന ഒരു ആധുനിക ലോകത്തിലാണ് നമ്മൾ. അവിടെ യേശുവിൻ്റെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ ഇന്നും കേൾക്കുന്നുണ്ട്. യാത്രയ്ക്കായി ഒന്നും കരുതേണ്ട. കൂടുതൽ കാര്യങ്ങൾ കൂട്ടി വയ്ക്കുന്നതിലല്ല, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിലാണ് യഥാർത്ഥ ചങ്കൂറ്റും സന്തോഷവും ഇരിക്കുന്നത്. നമ്മുടെ സ്വസൗകര്യങ്ങളോടും പദവികളോടും സാമ്പത്തിക സുരക്ഷിതത്വത്തോടുമുള്ള അമിതമായ പറ്റിച്ചേരൽ വലിച്ചെറിയാൻ നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമേ ആ അനന്തമായ ദൈവിക സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. നമ്മുടെ ഭാരങ്ങൾ എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം നമ്മൾ ലഘുവായി മാറും. നമ്മൾ എത്രത്തോളം ദൈവത്തെ വിശ്വസിക്കുന്നുവോ അത്രത്തോളം അവിടുത്തെ ശക്തി നമ്മളിലൂടെ ഇരച്ചു കയറും. ദൈവത്തിൽ മാത്രം ആശ്രയിച്ചിറങ്ങി പുറപ്പെടുന്നവനെ തളർത്താൻ ഈ ലോകത്തിൽ ഒരു ശക്തിയും കഴിയുകയില്ല. അവൻ ഭയമില്ലാതെ സ്നേഹിക്കും, തളർച്ചയില്ലാതെ ശുശ്രൂഷിക്കും, പോകുന്നിടത്തെല്ലാം പ്രത്യാശയുടെ തീ പടർത്തും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്നേഹത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും ദൈവരാജ്യം പ്രഖ്യാപിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ഭയന്ന് വിറച്ച് ജീവിക്കുന്ന മനുഷ്യരോട് ചെന്ന് ഉറക്കെ പറയുക, ദൈവം നിങ്ങളെ അളവറ്റ രീതിയിൽ സ്നേഹിക്കുന്നുണ്ടെന്ന്. യേശു ക്രിസ്തുവിലൂടെ പുതിയൊരു ജീവൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടെന്ന്. നമ്മൾ രോഗശാന്തി നൽകാൻ കടപ്പെട്ടവരാണ്. രോഗികൾക്കായി പ്രാർത്ഥിക്കുവാനും ഹൃദയം തകർന്നിരിക്കുന്നവരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുവാനും തളർന്നു പോയവർക്ക് ധൈര്യം കൊടുക്കുവാനും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും
നരകിക്കുന്നവരുടെ കൂടെ നെഞ്ചുറപ്പോടെ നിൽക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിളി വെറും അച്ഛന്മാർക്കോ സിസ്റ്റർമാർക്കോ മിഷണറിമാർക്കോ വേണ്ടി മാത്രമുള്ളതല്ല. വിശ്വസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും കോളേജിലായാലും അയൽപക്കത്തായാലും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള പ്രതിനിധികളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അന്ന് ശിഷ്യന്മാരയച്ച അതേ യേശു ഇന്ന് നിങ്ങളോട് ആക്രോശിക്കുന്നു. നിങ്ങൾക്ക് ശക്തിയുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഞാൻ എപ്പോൾ തയ്യാറാകുമെന്ന് ഓർത്ത് ഇനിയും കാത്തിരിക്കരുത്. നിങ്ങളിപ്പോൾ എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങുക. പ്രത്യാശയുടെ വാക്കുകൾ വിളിച്ചു പറയുക, കാരുണ്യം പ്രവർത്തിക്കുക, കരിമലകളെ മാറ്റുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഓരോ ചുവടിലും ആ ദൈവശക്തിയെ മാത്രം വിശ്വസിക്കുക. വരും നാളിൽ നമുക്ക് വെറും വിശ്വാസികളെയല്ല, ശക്തി സംഭരിച്ച് യേശുവിൻ്റെ പടയാളികളായി മുന്നോട്ട് പോകാം. ഇരുളടഞ്ഞ ഇടങ്ങളിലേക്ക് വെളിച്ചവും തകർന്ന ജീവിതത്തിലേക്ക് രോഗശാന്തിയും വേദനിക്കുന്ന ഈ ലോകത്തിലേക്ക് സുവിശേഷത്തിൻ്റെ വചനാഗ്നിയും നമുക്ക് എത്തിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കത്തുന്ന തീ നിങ്ങളുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഒരു കോട്ട പോലെ നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും കൂടെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ കൊടുങ്കാറ്റ് പോലെ സൂക്ഷിക്കാൻ ഇതാ ഒരു ആപ്തവാക്യം ഞാൻ തരുന്നു. അനന്തമായ ദൈവികതയിൽ ചേർന്ന് നിൽക്കുക. യാത്രയിൽ ഭാരം കുറയ്ക്കുക. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. അവിടുത്തെ ശക്തിയും സ്നേഹവും നിങ്ങളിലൂടെ ഈ ലോകത്തിലേക്ക് ഒഴുകി പടരട്ടെ. അടുത്ത തവണ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഈ തീ ഉള്ളിൽ സൂക്ഷിക്കുക. കേട്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.